ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് വിഷൻ ബോർഡിനെ കുറിച്ച് സംസാരിക്കാനാണ്. എന്താണ് വിഷൻ ബോർഡ്? നമ്മുടെ ലക്ഷ്യങ്ങൾ ദൃശ്യവൽക്കരിക്കാൻ സാധിക്കുന്ന ഒന്നാണ് വിഷൻ ബോർഡ്. നമുക്ക് എന്തൊരു ഗോൾസ് ഉണ്ടെങ്കിലും എന്തൊരു അച്ചീവ്മെൻറ്റ്സ് റെഡിയാക്കണമെങ്കിലും നമുക്ക് വിഷൻ ബോർഡ് റെഡിയാക്കാം. നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് അനുയോജ്യമായ ചിത്രങ്ങൾ സംഘടിപ്പിച്ച് ഒരു ചാർട്ട് പേപ്പറിൽ ഒട്ടിക്കാം. അത് നമുക്ക് എന്നും കാണുന്ന ഒരു ഭാഗത്ത് വയ്ക്കാം, ബെഡ്റൂമിൽ വയ്ക്കാം, കബോർഡിൽ വയ്ക്കാം. നമ്മൾ ഡെയിലി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏത് ഏരിയയിൽ വേണമെങ്കിലും നമുക്ക് വയ്ക്കാൻ സാധിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ നേടാൻ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നാം ആദ്യം എഴുതണം. ഈ ചെറിയ ആഗ്രഹങ്ങൾ പെട്ടെന്ന് തന്നെ സാധിക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എനർജി, വൈബ്രേഷൻ, ബിലീവ് എല്ലാം കൂടുന്നു. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങുന്നു: ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം വളരെ പെട്ടെന്ന് എൻ്റെ ലൈഫിലേക്ക് വരുന്നു, അതുകൊണ്ട് ഞാൻ എന്താഗ്രഹിച്ചാലും നേടാൻ പറ്റും. അങ്ങനെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന എത്ര വലിയ കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ചെറിയ ഗോൾസിന് പകരമായി വലിയ ഗോൾസാണ് നാം സെറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അത് നടക്കും. പക്ഷേ ആ ആഗ്രഹം കിട്ടുന്നതിന് സമയമെടുക്കും. അപ്പം ഷോർട്ട് ടേമിലാണ് നമുക്ക് ആഗ്രഹങ്ങൾ നേടിയെടുക്കേണ്ടത്. അത് പെട്ടെന്ന് തന്നെ സാധിക്കും. നെഗറ്റീവ് ഫീലിങ്സിനെ നമ്മൾ ഓവർകം ചെയ്യുമ്പോൾ. നമ്മുടെ ഗോൾസ് എന്താണെന്ന് കറക്റ്റ് പ്ലാൻ ചെയ്യുക. എക്സാമ്പിളായിട്ട് നമുക്കിപ്പോൾ ഒരു ജപ്പാനിലേക്ക് ട്രിപ്പ് പോകണം, അല്ലെങ്കിൽ ദുബായിലേക്ക്, ബാങ്കോക്കിലേക്ക്, നമുക്കിഷ്ടപ്പെട്ട സിംഗപ്പൂർ, ഏതെങ്കിലും ഒരു പ്ലേസിലേക്ക് നമുക്കിപ്പം പോകണം എന്ന് വയ്ക്കുക. എക്സാമ്പിളായിട്ട് ജപ്പാൻ തന്നെ എടുക്കാം. അവിടെ ഈ ചെറി ബ്ലോസം ഫ്ലവേഴ്സാണല്ലോ മെയിനായിട്ട് നമുക്ക് കാണാൻ ഉള്ളത്. അതിൻ്റെ ആ ഒരു സീസണിൽ നാം പോകണം. എന്നിട്ട് ആ ഒരു സമയത്ത് നമ്മൾ അതെല്ലാം നമ്മളിങ്ങനെ മൈൻഡിൽ കാണുക. ഒരു ബുക്ക് എടുത്ത ശേഷം അതിലേക്ക് ജപ്പാൻ്റെ കുറേ പിക്ചേഴ്സ് ഒട്ടിക്കാം. അവിടെ ഇമ്പോർട്ടൻ്റ് പ്ലേസസൊക്കെ നമുക്ക് കോപ്പി എടുത്ത് ഇങ്ങനെ ഒട്ടിക്കാം. അതുപോലെ ചെറി ബ്ലോസം ഫ്ലവേഴ്സ് ഒട്ടിക്കാം. അല്ലെങ്കിൽ നമുക്കിതൊരു ബോർഡിലൊട്ടിക്കാം. നാം ഇത് എപ്പോഴും കാണുന്ന സ്ഥലത്ത് വയ്ക്കുക. നമുക്ക് ആ ഗോൾ നേടണം എന്നുള്ള ഒരു എയിം എപ്പോഴും ഉണ്ടാകും. ഇത് കാണുന്ന സമയത്ത് നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളെ ഉള്ളിൽ വെച്ച് ജീവിക്കുമെന്നോ അത് നമുക്ക് ജീവിതത്തിൽ വരാനിരിക്കുന്ന നന്മകളെ തടഞ്ഞു നിർത്തും. നമ്മളെ അവ പുരോഗമിക്കാൻ വിടുകയില്ല. വിഷൻ ബോർഡ് നാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലൈഫിൽ കുറേ അച്ചീവ് ചെയ്യാൻ നമുക്ക് കഴിയും. ഒരുപാട് ആഗ്രഹങ്ങളും നേടാൻ സാധിക്കും. എനിക്ക് കഴിവില്ല, ലൈഫ് പോകുന്ന പോക്കിൽ പോകട്ടെ എന്ന് ചിന്തിക്കാതെ ഫിനാൻഷ്യലി, സോഷ്യലി, പേഴ്സണലി നമുക്ക് വളരാൻ സാധിക്കും. നാം അതിനു വേണ്ടി ഹാർഡ് വർക്ക് നാം ചെയ്യുന്ന വിഷൻ ബോർഡിൽ നമുക്ക് ആ കാര്യം കിട്ടി എന്നുള്ള രീതിയിലാണ് നാം എഴുതേണ്ടത്. അതിലെല്ലാം ഐ ആം റിച്ച്, ഐ ആം സക്സസ്ഫുൾ എല്ലാം പോസിറ്റീവായിട്ടുള്ള സെൻറ്റൻസുകളും തോട്ട്സുകളായിരിക്കും നാം എഴുതേണ്ടത്. നാം നെഗറ്റീവ് ഇമോഷൻസിനെ മാറ്റിവെക്കുക. നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് നമ്മുടെ എനർജി ലെവൽ കുറയ്ക്കുന്നു. അപ്പോൾ നാം എക്സൈറ്റ്മെൻ്റ് ആവുക. നമുക്ക് നേടാനുള്ള ആ ഗോളിനെ കുറിച്ച് നമ്മൾ കണ്ടിന്യൂസ് എക്സൈറ്റ്മെൻറ്റിലാവുക. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു ബിലീവ് ചെയ്യുമ്പോൾ ആ കാര്യം നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിഷൻ ബോർഡിനെ കുറിച്ച് എല്ലാവർക്കും ചെറിയൊരു ധാരണ കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് രേഖപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.